അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത് ലഹു ഉൻസ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടിയുണ്ട്, ഫലം യഅദിഹ, അവളെ കുഴിച്ചുമൂടിയില്ല, ഫലം യുഹിൻഹ, അവളെ നിന്ദിച്ചിട്ടുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, നിനക്ക് ഇറങ്ങി പൊയ്ക്കൂടേടി, നിന്നെയൊക്കെ വളർത്തി വലുതാക്കി എന്താടി, നിനെക്കൊണ്ട് എന്താ ഗുണമുള്ളത്, 10-25 വയസ്സായി, കൊമരിയായി, ഞാൻ എന്ത് ചെയ്യാനാണ്, എല്ലാം വളർന്നിരിക്കുകയാണ് കുന്നത്തങ്ങ് പോലെ. ഇങ്ങനെ ഒന്നും പറയാതെ ആക്ഷേപിക്കാതെ, നമ്മുടെ പെൺമക്കളാണ്, നമ്മുടെ ബീജത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് സമ്മാനമായി തന്ന ഐശ്വര്യമാണ്, മഹാലക്ഷ്മിയാണ്. നമ്മൾ അതിനെ ഇങ്ങനെ ആട്ടി ഓടിച്ച് ആക്ഷേപിക്കരുത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണത്. എന്ത്? ഫലം യഅദിഹ ഫലം യുഹിൻഹ, അവളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. ഈ മക്കളോടുള്ള ഒരു നീതിയല്ലേ ഇത്? 4 പെണ്ണും ഒരാണും വരുമ്പോ ആരോടായിരിക്കും സ്നേഹം കൂടുതൽ? വാപ്പാക്ക്. 4 പെണ്ണും ഒരാണും, 4 ഔട്ട് ഗോയിങ്, 1 ഇൻകമിങ്. 4 ഇൻകമിങ്ങും 1 ഔട്ട് ഗോയിങ് പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. 4 ഒരു ഔട്ട് ഗോയിങ് കിട്ടാൽ ഇൻകമിങ് 4 എണ്ണം കിട്ടുമല്ലോ. ഇത് ഒരെണ്ണത്തിനെ നമ്മൾ അയക്കണമെങ്കിൽ എത്ര ചെലവ്, 4 എണ്ണത്തിന് അയക്കണമെങ്കിൽ എത്ര ചെലവ്. ഒരുത്തനെ കൊണ്ട് നമുക്ക് എന്താ ഗുണം? ഇങ്ങോട്ട് വല്ലതും കിട്ടുവോ? ചിന്തിച്ചു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് 4 പെൺമക്കളാണ് അവസാനം വരെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഹയാത്തിലോടുകൂടി ഇരിക്കുന്ന സമയത്ത് നബിയുന റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത് വരെ ഒരൊറ്റ മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പോ ഫാത്തിമയെ കണ്ടാല് ആദരിച്ച് ബഹുമാനിച്ച് ചുംബിക്കുമായിരുന്നു. നബി ഇരിക്കുന്ന കസേരയിൽ മകള് വരുന്നത് കണ്ടാൽ എഴുന്നേറ്റിരുന്ന് മകളെ ഇരുത്തി ആദരിക്കുമായിരുന്നു. ലോക ചരിത്രത്തിൽ ആരാണ് ഈ ചരിത്ര നായകൻ? ഇതേപോലെ സ്വന്തം പെൺമക്കളെ ആദരിക്കുന്ന ഒരു മഹാൻ. നമ്മളൊക്കെ പെണ്ണെന്ന് കേൾക്കുമ്പോ എന്തോ ഒരു വലിയൊരു ശകുനം, അടുത്ത് പ്രസവിക്കുന്ന ശകുനം. എത്ര സ്ഥലത്താണ് സുഹൃത്തുക്കളെ പെൺമക്കൾ അധികരിച്ചതിന്റെ പേരിൽ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തത്, ഭാര്യയെ കുറ്റം പറയുന്നത്, ഭാര്യയെ ആക്ഷേപിക്കുന്നത്, ഭാര്യയെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നത്, തലാക്ക് ചൊല്ലിയത്, എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് പെണ്ണിനെ നിങ്ങൾ ആദരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത് ലഹു ഉൻസ, ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായി, ഫലം യഇദ്ഹ ഫലം യുഹിൻഹ, അവളെ നിന്ദിക്കാതെ, നിസാരപ്പെടുത്താതെ, കുഴിച്ചു മൂടാതെ, ആട്ടിയോടിക്കാതെ തീർന്നില്ല. ഫലം യൂസിർ വലദഹു അലൈഹ അയ്യഅനി അസ്കൂറ, ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ സ്ഥാനവും നൽകാതിരുന്നാൽ. കണ്ടോ എത്ര വലിയ നീതിയാണ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. ആൺകുട്ടിക്ക് വലിയ സ്ഥാനം കൊടുക്കും വീട്ടില്, ആണിന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും, ആണിന് കാറ് വാങ്ങിച്ചു കൊടുക്കും, പെണ്ണിന് എന്താ വാങ്ങിച്ചു കൊടുക്കുക? 10 കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും, 2 ചുരിദാർ എടുത്തു കൊടുക്കും, 2 ലാച്ച എടുത്തു കൊടുക്കും. ആ പെണ്ണ് അവൾക്കൊരു കാർ എടുത്തു കൊടു, അവൾക്കൊരു വണ്ടി എടുത്തു കൊടു. അപ്പൊ മസല കൊണ്ടുവരും, പെണ്ണ് വണ്ടി ഓടിക്കാൻ പോകുന്നു. ഇതുവരെയ്ക്ക് ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇതുവരെയ്ക്കും മസല ഇല്ലായിരുന്നു. ഇത് ഇങ്ങനെ ഒരു പണം ചെലവാകുന്ന വിഷയം വരുമ്പോ മസലായി. വാപ്പയോട് മകൻ പറയുന്ന വാഹനം മൊത്തം വാങ്ങിക്കൊടുക്കുമ്പോ ഈ വാപ്പ പെൺമക്കൾക്ക് എന്താ എടുത്തു കൊടുക്കാത്തത്? അതേപോലെ തിരിച്ചും ചിന്തിക്കണം. വാപ്പ പെണ്ണിന് 100 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിക്കുമ്പോ ഈ ആൺകുട്ടിക്കും 100 പവൻ വാപ്പ ഇവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്നു കൊടുക്കണം. വാപ്പ പൈസ വാങ്ങാൻ, മകൻ പൈസ വാങ്ങാൻ പാടില്ല. പെണ്ണിന്റെ വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങരുത്. വാപ്പ ഈ മകനെ പണം ഉണ്ടാക്കി കൊടുത്ത് കല്യാണം കഴിപ്പിക്കണം. അതാണ് ഇസ്ലാമിക നിയമം. ഇന്ന് അവിടെ പോയി പേശിയിട്ടല്ലേ കൊണ്ടുവരിക, രഹസ്യമായിട്ട് അജണ്ട. ഞങ്ങളും ചോദിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളെ കൊണ്ടൊന്നുമില്ല, അവരെന്താന്ന് വെച്ചാൽ അവരുടെ മക്കൾക്ക് കൊടുത്തോട്ടെ, അവരുടെ മക്കൾക്ക് കൊടുത്തോട്ടെ. എല്ലാം കൊടുക്കാനുള്ള സാധനമാണോ എന്ന് ആദ്യം ബ്രോക്കറിനെ വിട്ട് നോക്കിക്കും, എന്നിട്ട് കൊടുത്തോട്ടെ എന്നുള്ള ചർച്ചയായി അവിടെ. തന്റെ ഇടത്തോടുകൂടി വേണ്ടെന്ന് പറയാൻ അവകാശമുണ്ടോ? തന്റെ ഇടത്തോടുകൂടി എനിക്ക് വേണ്ട, എന്റെ മകന് ജീവിക്കാൻ, എന്റെ മകന് അവളെ പോറ്റാനുള്ള സാമ്പത്തികമായ കഴിവുണ്ട്, അല്ലാഹ് കൊടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് തന്റെ ഇടത്തോടുകൂടി പറഞ്ഞ് സ്വന്തം മകളെ കൊണ്ടുവരണം, മരുമകളെ കൊണ്ടുവരണം നമ്മുടെ വീട്ടിലേക്ക്. എത്ര വലിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ ഖുർആനിൽ. വാതുന്നിസാ സദഖാതിഹിന്ന നഹ്ല, നഹ്ല എന്നാ അതിന്റെ പേര് പറഞ്ഞത്. സമ്മാനമാണത്, കല്യാണ സമ്മാനമാണത്. ഏറ്റവും വലിയ സമ്മാനം, നിനക്ക് ഹലാലാകുന്ന ഒരു സംഭവമാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടുകൾ നിങ്ങൾ നടത്തിയാലും ഈ സമ്മാനം കൊടുക്കുന്നതോടുകൂടിയാണ് ഹലാൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും പെൺമക്കൾക്ക് സ്ഥാനം കൊടുക്കാതെ ആൺമക്കൾക്ക് സ്ഥാനം കൊടുത്താൽ, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ,
നാളെ ആഖിറത്തിൽ അവൻ വരുന്നത് എങ്ങനെ? അദ്ഖലഹുല്ലാഹു അന്നാർ, അല്ലാഹു ആ വാപ്പായെ ഉമ്മയെ നരകത്തിൽ പ്രവേശിപ്പിക്കും. നബിയുനാ റസൂലുള്ളാഹി. ആ വാപ്പയും ഉമ്മയും നരകത്തിലാണ്. പെൺമക്കൾക്ക് സ്ഥാനം കൊടുക്കാതെ ആൺമക്കൾക്ക് സ്ഥാനം കൊടുത്താൽ ആ വാപ്പ അദ്ഖലഹുല്ലാഹു അന്നാർ, നരകത്തിൽ പോകണോ? നഊദു ബില്ലാഹ്, പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കണം. അല്ലാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നീതി പുലർത്തണ സഹോദരങ്ങളെ.